ട്രംപിന്റെ തന്ത്രങ്ങൾക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വെടിനിർത്തലിനിടയിൽ പരമാവധി എണ്ണ യൂറോപ്പിലേക്കും മറ്റു രാഷ്ട്രങ്ങളിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം തുടരാൻ സാധിക്കും. എണ്ണവില വർദ്ധിക്കാതെ തന്നെ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്ന വളരെ തന്ത്രപരമായ ആർക്കും തിരിയാത്ത ചില കണക്കുകൂട്ടലുകളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ കയ്യിലാവട്ടെ ഈ തന്ത്രങ്ങൾക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ ചാവി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ലോക്കിട്ട് ചാവി കാണാനില്ല എന്നാണ് പറയുന്നത്. അതിന് സമാനമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട്സ് ദാറ്റ് ഇറാൻ ഹാസ് ബീൻ unable to reopen the Strait of Hormuz to increase shipping because it cannot locate all the mines it placed there and lacks the capability to safely remove them. ഇറാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മെയിനുകൾ, അവിടെയുള്ള കുയ്ബോമിന് സമാനമായ മെയിനുകൾ കടലിൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ എവിടെയെല്ലാമാണ് അത് വിന്യസിച്ചത് എന്നോ അതിനെ റിമൂവ് ചെയ്യാനുള്ള ശേഷിയും ഇറാനില്ല. അതുകൊണ്ട് ഇപ്പോഴും കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് ഇറാനിൽ നിന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇറാൻ വലിയ തന്ത്രം മെനഞ്ഞു. ഈ വെടിനിർത്തലിന്റെ മറവിൽ പരമാവധി എണ്ണ സപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴും അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് സൈനികരെ ധാരാളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പരമാവധി എണ്ണ സപ്ലൈ ചെയ്യുക എന്ന വലിയ തന്ത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചെങ്കിൽ അതിലേറെ വലിയ തന്ത്രം എന്ത് ചെയ്യാനാണ്? വെടിനിർത്തൽ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അതേസമയത്ത് കടലിലൂടെ കപ്പൽ പോകാൻ ഇനി കഴിയില്ല, കാരണം ലോക്കിന്റെ ചാവി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ ട്രംപ് ഉദ്ദേശിച്ച യഥാർത്ഥ ലക്ഷ്യമാണ് ഇവിടെ താളം തെറ്റുന്നത്. മാത്രമല്ല ഇതിലൂടെ അമേരിക്കക്കാണ് കൂടുതൽ നഷ്ടമുണ്ടാകുന്നത്. കാരണം എണ്ണ പുറത്തേക്ക് എത്തുന്നുമില്ല, അതിലൂടെ എണ്ണയ്ക്ക് വില വർദ്ധിക്കും. അതേസമയം യുദ്ധമില്ലാതെ ഇറാൻ ശാന്തമായി നിലനിൽക്കുന്നു. കൂടുതൽ പ്രത്യാക്രമണങ്ങൾ നടത്താനുള്ള ശേഷി ഇപ്പോൾ ഇറാൻ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയാതിരിക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇറാനെതിരെ ഉപയോഗിച്ച വലിയൊരു തന്ത്രം ഇപ്പോൾ ഇറാൻ അത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ തലയിലേക്ക് തന്നെ വെച്ചടിച്ചിരിക്കുകയാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? എവിടെയെങ്കിലും ജോലി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ചായ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസുകൾ ആവശ്യപ്പെടാൻ വേണ്ടി 50 or 60 വാക്കുകൾ കാണാതെ പഠിക്കുന്ന രീതിയാണത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ സഹിതം പഠിച്ച് പ്രസംഗിക്കാനും എഴുതാനും ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വെക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സ് ആണ് ത്വയ്ബ അവതരിപ്പിക്കുന്നത്. ഈ കോഴ്സിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക.